ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ബുദ്ധിമുട്ടായോ? ശാരി എന്നെ ഏത് പാതാളത്തിലേക്ക് വിളിച്ചാലും എനിക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടില്ല. അല്ല, ഇതിനൊക്കെ ബുദ്ധിമുട്ടില്ലേ പിന്നെ എന്തിനാ ബുദ്ധിമുട്ട്? എന്താ എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? അത് എങ്ങനെ തുടങ്ങണ്ടേന്ന് എനിക്ക് എങ്ങനെ വേണമെങ്കിലും തുടങ്ങിക്കോളൂ. അല്ല, ഒരാള് മറ്റൊരാളെ സ്നേഹിക്കാന്ന് പറയണത് തെറ്റാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ തെറ്റാന്ന് ആരാ പറഞ്ഞെന്ന്? അപ്പൊ തെറ്റല്ലല്ലോ. ഈ ഇഷ്ടം പ്രേമം എന്നൊക്കെ പറയണത് പവിത്രമാണ്, പരിഭാവനമാണ്. അതിന് പ്രായവും പരിമിതികളൊന്നും ഒരു പ്രശ്നമല്ല. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് കുമാരനാശൻ പറഞ്ഞിട്ടില്ലേ? മനസ്സുകൾ തമ്മിലുള്ള ഐക്യം, പൊരുത്തം, പിന്നെ പരസ്പരം മനസ്സിലാക്കാനുള്ള പക്വത, അത് മതി പരിശുദ്ധമായ പ്രണയത്തിന്. എനിക്കും അത്രയൊക്കെ തോന്നിയിട്ടുള്ളൂ. പക്ഷേ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള അന്തരം എന്നൊക്കെ പറഞ്ഞ എന്താ അന്തരം? പോവാൻ പറയണം. ഇങ്ങനെ ഒരു ബന്ധത്തിന് എതിർപ്പുകൾ ഉണ്ടാവും, സ്വാഭാവികം, നമുക്കത് മനസ്സിലാവും. പക്ഷെ ആ എതിർപ്പുകളുടെ കോട്ടമതിലുകൾ തച്ചുടച്ചൊന്നാകണം. എപ്പോഴായാലും ചേരേണ്ടവർ തമ്മിലേ ചേർക്കണം, എന്നാലേ മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് 3-4 കുട്ടികളാവുമ്പോ ഈ എതിർപ്പുകളൊക്കെ കാറ്റിൽ പറത്തിവിട്ട പട്ടങ്ങളൊക്കെ പറന്ന് എങ്ങനെ അങ്ങോട്ട് പൊക്കോളും. നമ്മുടെ കല്യാണോ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പിന്നെന്താ ഉദ്ദേശിച്ചത്? പ്രസാദ്, ഇത് പ്രസാദ്, ഈ സ്കൂളിലെ മാഷ. ഹലോ. ഇവക്ക് ഭയങ്കര പേടിയായിരുന്നു. ഏട്ടന്റെ നല്ല മനസ്സാണ്, പറഞ്ഞാ മനസ്സിലാവുന്നൊക്കെ ഞാനാ പറഞ്ഞത്. ഇപ്പൊ സന്തോഷായില്ലേ? മീനൂട്ടി, എന്താ ഇത്? എന്നാലും നീ സുഹൃത്തുക്കളായിരുന്നു, പിന്നീട് അടുത്തുപോയി. പിരിയാൻ പറ്റണില്ല. ഒരുപക്ഷെ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ എനിക്കൊരു കല്യാണാലോചന നടക്കുന്ന കാര്യം. ഏതാണ്ട് ഉറപ്പിച്ച പോലെ അച്ഛൻ IAS IPS വീട്ടിൽ നിറയ്ക്കാനുള്ള ശ്രമത്തില്. പക്ഷെ എന്റെ ഇഷ്ടം അറിയാൻ ആർക്കും താല്പര്യമില്ല. ചോദിച്ചിട്ടില്ല ഒരു വാക്ക് പോലും ആരും. എനിക്കിപ്പോ പറയാൻ ഏട്ടൻ മാത്രമേ ഉള്ളൂ. തെറ്റായിട്ട് പറയുകയല്ല. മന്ത്രിയുടെ മകൾ, കോടീശ്വരി, നല്ല വിദ്യാഭ്യാസം, സുന്ദരി, ആർക്കും മോഹം ഉണ്ടാവും. ഞാൻ അറിഞ്ഞിരുന്നില്ല മന്ത്രിയുടെ മകളാണെന്നൊന്നും. ഒരു പക്ഷേ എൻ്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാവാം മീനു അത് മാത്രം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എന്നൊരു പരിധി വെച്ചിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങമാർ. അവരുടെയൊക്കെ ഏക പ്രതീക്ഷയും അത്താണിയും ഞാൻ തന്നെയാണ്. MPhilന്റെ റിസൾട്ട് വന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് കോളേജിൽ ലെക്ചർ പോസ്റ്റ് ഉറപ്പാണ്. അത് കഴിഞ്ഞ് കൃഷ്ണകുമാറിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും. അതിനൊക്കെ തരണം ചെയ്യാനുള്ള തൻ്റെ അവിടെ ഉണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും. വരുന്ന എന്റെ ഒരേ ഒരു സൽപുത്രൻ. നാട് ഭരിക്കുന്ന മന്ത്രിയൊക്കെ നാട് ഭരിച്ചാലല്ലേ തിരക്കറിയാൻ പറ്റും. അല്ല, ഞാൻ മോനെയാണ് ഉദ്ദേശിച്ചത്. നേരെ അടുക്കളയോട്ട് പോവാന്നോ? ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് മനസ്സിലായോ? മീനൂട്ടിയുടെ കല്യാണം ഉറപ്പിക്കുക. ഓ, അത് ശരി. ഞാനും വിചാരിച്ചു എന്താണ് ഇവിടെ ASP ആയിട്ട് ഒരു ബിസിനസ് എന്ന്. എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ? ഇപ്പൊ ഉറപ്പിക്കും. ഹലോ, ഐ ആം ഹരീന്ദ്രൻ ഫ്രം സിംഗപ്പൂർ. ഏയ്, ഒരു മിനിറ്റ്. ഇനി ഹരീന്ദ്രൻ സാർ ഇരിക്കുക. അല്ല, ചുമ്മാ കയറി നിൽക്കണ്ടല്ലോ. ഈ കല്യാണം നടക്കില്ല. അവൾക്ക് വേറെ ചെറുപ്പക്കാരൻ ഇഷ്ട. പയ്യൻ കോട്ടപ്ര സ്കൂളിലെ മാഷ, പേര് പ്രസാദ്. അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ലാത്ത നിലയ്ക്ക് ഇതിന്ന് പിന്തിരിയല്ലേ ബുദ്ധി. അതല്ലേ നല്ലത്. പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് എനിക്കൊരു പ്രശ്നമല്ല. അല്ല, ഇതിൽ ഇടപെടാൻ താനാരാ? ഞാൻ അവളുടെ ഓരോ ആങ്ങള. എനിക്ക് പെണ്ണിന്റെ അച്ഛനുമായിട്ട് ഡീല്. ഇവിടുത്തെ മന്ത്രിക്ക് ഒരു IPS ആവശ്യം. എനിക്കൊരു മന്ത്രിയെ, ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി. ഓ, അത് ശരി. അങ്ങനെ ഒരു ബന്ധമാണ് അച്ഛനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തമ്മിലാണ് കല്യാണം കഴിച്ചൂടെ? ഒരു ഗിവ് ആൻഡ് ടേക്ക്. അയ്യോ, ഞാനില്ല, എന്നെ ഒഴിവാക്കിയേക്ക്. നിങ്ങൾ തമ്മിലാവുമ്പോ നല്ല ചർച്ചയായിരിക്കും. മേഡ് ഫോർ ഈച്ച് അതറാ. അവൻ ചിരിച്ചോണ്ടാ ഇടപഴകുന്നേ. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ചിരിച്ചോണ്ട് പൊളിച്ച തെറി പറയാനും എടുക്കന മകനെ. വാ മോളെ. നമ്മൾ എന്തായാലും ഈ കല്യാണം നടത്താൻ പോണില്ല. പിന്നെ എന്തിനാ വേഷം കിട്ടില്ല? മോളാത്തേക്ക് അച്ഛന്റെ വെറും നേരം പൊക്കളല്ലേ ഇതൊക്കെ. ചുമ്മാ അമ്മേ. അപ്പൊ ഇറങ്ങല്ലേ? അവിടെ ASP മോൻ പോവാൻ ധൃതി കാണിക്കണു. ചെല്ല്.
നീ ഞങ്ങളെ അവമാനിക്കാൻ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അച്ഛനെന്ത് IAS IPS ഒക്കെ കാണുമ്പോ ഇത്ര ആക്രാന്തം? വിദ്യാഭ്യാസ മന്ത്രി ആയതുകൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണോ? അല്ല പറഞ്ഞു കൊടുക്ക് സാറേ, ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് എന്താ അത്ര ഭ്രമമെന്ന്? ഇയാള് ദേ ഒരു IPS കാരനെ പിടിച്ച് ലീവ് എടുപ്പിച്ചിട്ട് ഫൈനാൻസിങ് കമ്പനി തുടങ്ങിയിരിക്കുക. അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണം സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ എന്ന് ചിലര് പറയുമെന്ന്. ഇപ്പതാ കളക്ടറെ കൊണ്ട് ലീവ് എടുപ്പിക്കാൻ പോവാ 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങാൻ. ഇതുമൂലം രാജ്യത്തിന് നഷ്ടപ്പെടുന്നത് ഒരു IAS കാരന്റെ IPS കാരന്റെയും സേവനം. അയ്യോ, അതോർത്ത് സാറ് സങ്കടപ്പെടരുത്. ഇവരുടെ സേവനം നഷ്ടമാകുന്നുണ്ട് രാജ്യത്തിന് ഗുണമേ ഉള്ളൂ, ദോഷമില്ല. അത് മോൻ സാർ മനസ്സിലാക്കണം. അച്ഛന് വെട്ടിപ്പിടിക്കാനും ഷോ കാണിക്കാനും എന്തിനാ സ്വന്തം കുട്ടികളുടെ ഇഷ്ടങ്ങൾ കുരുതി കൊടുക്കുന്നത്? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ മീനുട്ടിയുടെ ഇഷ്ടത്തെ കുറിച്ച്. ഇനിയെങ്കിലും അച്ഛൻ അവൾ ആഗ്രഹിച്ച കല്യാണം നടത്തി കൊടുക്ക്. ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഞാൻ തീരുമാനിച്ച കല്യാണം നടക്കൂ. എന്തിനാ അച്ഛൻ എത്ര വാശി? ഞാനും അച്ഛന്റെ മോൻ തന്നെയാ. അതേ വാശി തന്നെ ഞാൻ പറയാ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച കല്യാണം നടക്കൂ. കാണാം. ഇതൊന്നും ഞാനത്ര വലിയ കാര്യമാക്കുന്നില്ല സർ. എൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ പ്രശ്നം അതല്ല. പെണ്ണിൻ്റെ സ്നേഹബന്ധത്തിന് സ്ട്രോങ് ആയി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോൾ ഛോ, അവനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി പടിയടച്ച് പിണ്ണം വെച്ചാൽ പത്രക്കാർ വേറെ കഥകൾ ഉണ്ടാക്കും. ഇത് കൊല്ലാനും വയ്യ വളർത്താനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലപ്പോ അച്ഛൻ ടെൻഷൻ അടിച്ച് വെറുതെ BP കൂട്ടല്ലേ. സർ, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഇറങ്ങുന്നു. സർ, ഒരു മിനിറ്റ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാതെ സാറിന് അറിയാലോ. അച്ഛാ, അച്ഛൻ്റെ മൊബൈൽ ഒന്ന് തന്നേ. ഹലോ. ആ, പവിത്രന്. പേര് പ്രസാദ്. കോട്ടപ്പുറം UP സ്കൂളിലെ കണക്ക് വാദ്യാൻ. ആ, രാഷ്ട്രീയ വൈരാഗ്യം. ആ, പിന്നെ വിവരങ്ങൾ അപ്പപ്പോ എന്നെ അറിയിക്കണം. ആ, ഇതാ. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? അച്ഛൻ ആരുടെ മുമ്പിലും തല കുനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. നമ്മുടെ മീനുവിന്റെ കല്യാണം മാന്യമായി നടത്തണ്ടേ അച്ഛാ? ഇപ്പൊ പോയിക്കോ. നമുക്ക് വൈകുന്നേരം അമ്പലത്തിൽ വെച്ച് കാണാം. അമ്പലത്തിൽ വരുമ്പോ പറയും ലൈബ്രറിയിൽ വെച്ച് കാണാന്ന്. ലൈബ്രറിയിൽ വരുമ്പോ പറയും പ്ലീസ്, ഇത് സ്കൂളാണ്. ആണോ? ഞാൻ വിചാരിച്ചു മാർക്കറ്റാണെന്ന്. ദേ, ഞാനൊരു കാര്യം പറയാം. എന്റെ കല്യാണം ഉറപ്പിച്ചു. ഉറപ്പിച്ചല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. അന്ന് കളിയാക്കി വിളിച്ച ഇനി ഇങ്ങനെ ഒഴിപ്പാൻ തന്നെയാണ് പ്ലാനെങ്കിൽ ഞാൻ അയാളെ കെട്ടിങ്ങ് പോവും. ഓ, ആയിക്കോട്ടെ. എന്നിട്ടേ ഞങ്ങൾക്കുണ്ടാവുന്ന കുട്ടിയെ ഞാൻ ഇവിടെ തന്നെ പഠിപ്പിക്കും. എന്നിട്ട് കൊച്ചിനെ നോക്കി പറഞ്ഞാൽ മതി, എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ നീ എന്ന്. കേട്ടോ? മീനുട്ടി, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോവാ. ഓ, ഇങ്ങനെ ഒരു മണിക്കൂസിനെയാണല്ലോ ഈശ്വര ഞാൻ സ്നേഹിച്ചത്. ഇന്ത്യയുടെ ഹലോ. ആ, ഉണ്ട്, കൊടുക്കാം. പവിത്ര, എന്തോ? നിനക്കാ. ഹലോ, പവിത്ര സാറല്ലേ? ഞങ്ങൾ സ്കൂളിലെത്തി. ആ, ഇനി ഈ നമ്പറിലേക്ക് വിളിക്കണ്ട. ആ, ശരി ശരി, ഓക്കെ. +9 = 25. ഇനി എല്ലാവരും ഇത് എഴുതിയെടുത്തോളൂ. എന്താടോ ചത്തവന്റെ പേര്? പ്രസാദ്. അച്ഛന്റെ പേര് നാരായണൻ. പ്രസാദിന്റെ അച്ഛൻ ഞാനാണ് കേട്ടാ. പ്രസാദ് എപ്പോഴും പറയുമായിരുന്നു അച്ഛനെ കുറിച്ച്. വിഷമിക്കരുത്.
മാറി എക്സ്ക്യൂസ് മീ സാർ, പ്രസാദിന്റെ കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും? പ്രസാദിന്റെ മരണം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് ചൂട് മുശിരുള്ള ഒരു സജീവ പ്രവർത്തകൻ. പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ ചുളുവിൽ ഒരു രക്തസാക്ഷി ഉണ്ടാക്കിയെടുക്കുക. ആ പാവത്തിന് രാഷ്ട്രീയം എന്താണെന്ന് അറിയുമല്ല. എന്താ സാർ, കൊലപാതകയെ കുറിച്ച് വല്ല തുമ്പും കിട്ടിയോ? പട്ടാപ്പകൽ എല്ലാവരുടെയും മുമ്പിലിട്ട് എന്നിട്ടും പ്രതിയെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ നാണക്കേടാണ് സാർ. താൻ എന്തിനാ എന്റെ അടുക്ക ചൂടാവുന്നേ? അധികാരമുള്ളവർ പറയുന്നത് അനുസരിക്കാൻ എനിക്ക് കഴിയൂ. അധികാരമുണ്ടോ എനിക്ക്? എങ്കിൽ താൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കാൻ ഞാൻ. രാജ്യത്തിന്റെ തന്നെ അഭിമാനമാണ്. എടോ, കൊലപാതകയെ പറ്റി വ്യക്തമായ സൂചന എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ സാറിനെ അവരെ അറസ്റ്റ് ചെയ്തൂടെ? വെറുതെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. സാക്ഷികൾ വേണം. അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പുല്ല് പോലും ഇറങ്ങിപ്പോരും. സാക്ഷി പറയാൻ ആളുണ്ടാവണം. ആരും ഉണ്ടാവില്ല. ഉണ്ടെങ്കിലോ അധികാരികളുടെ ഒക്കെ ഉത്തരവിന് മേലെ നിന്നുകൊണ്ട് ഞാൻ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാം. ശിക്ഷ വാങ്ങിക്കൊടുക്കാം. കുട്ടികളുടെ മുന്നിലിട്ട് കുട്ടികളുടെ ഷോക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. പ്രസാദിന്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ അവരുടെ കണ്ണീര് നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ? വേണ്ട കുഞ്ഞെ, അവരൊക്കെ വലിയ വലിയ ആളുകളാ. എനിക്ക് ഇവളല്ലാതെ വേറെ ആരുമില്ല. കൊള്ളാവുന്ന ഒരുത്തരെ ഇവളെ കൈപിടിച്ചു കൊടുത്ത് മനസമാധാനത്തോടെ മരിക്കണം എന്നാ എന്റെ ആഗ്രഹം. ശരി, പ്രസാദിന്റെ കൊലപാതകത്തിൽ നിന്ന് നമുക്കങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റൂ? ഒരു തരത്തിലും നമുക്കില്ലേ പങ്ക്? താൻ ഒരാൾ വിചാരിച്ചാല് കൊലപാതകയെ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ പറ്റും, വ്യക്തമായ സാക്ഷിമൊഴികളോടെ. എന്നെ വിശ്വാസമില്ല ശരിക്ക്. ഞാൻ വരാം. ഏത് കോടതിയിൽ വേണമെങ്കിലും. മോളെ, ഒരു കുഴപ്പമുണ്ടാവില്ലമ്മേ.